ഇവിടുത്തെ മരം മുറിച്ചിട്ടുണ്ട് കേട്ടോ, പട്ട. അപ്പം ഞാനതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഇതിൻ്റെ പട്ട ഇളക്കിയെടുക്കാം. നിറയെ ഉറുമ്പാണ്, കടിക്കുന്ന ഉറുമ്പ. ഇടയ്ക്ക് കടിയും കിട്ടി, കൊണ്ടുപോകാത്. ഗേറ്റ് തുറക്കട്ടെ. നിറയെ നീറുണ്ട് കേട്ടത്. എന്തായാലും ഇവിടെ മുറ്റത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം, ഇത് റെഡിയാക്കി എടുക്കാം. വെട്ടിയെടുത്തിട്ട് നമുക്ക് പയ്യെ ചെറിയ പീസായിട്ട് വെട്ടിയതിന് ശേഷം പിന്നീട് തോല് എത്തിയെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പട്ടയെല്ലാം ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ, വെട്ടി ചെറിയ പീസുകളാക്കി. അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി ഇതെടുത്തിട്ട് പോയിട്ട്, ഇവിടെ നല്ല വെയിലാണ്, ഇവിടെ നിന്ന് മാറിയിരുന്നിട്ട് ചെറിയ ചൂടുണ്ട്. അപ്പം മാറിയിരുന്ന് നമുക്ക് ആ മാവിൻ്റെ ചോട്ടിലോട്ടിരുന്നിട്ട് ഇതെല്ലാം വെട്ടിയെടുക്കാം. അതുപോലെ ഈ ഇലയും നമുക്ക് വേണം കേട്ടോ. ഇല ഉണക്കി വെച്ചിരുന്നാൽ നമുക്കെന്താ മസാലയില്ലേ, മസാലയ്ക്കകത്ത് ഉണക്കി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ പട്ടതേ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്ക് ഇളക്കിയെടുക്കണം. അതൊരു ചെറിയ മരമായിരുന്നു കേട്ടോ, അതവർ കട്ട് ചെയ്ത് കളയുകയാണ്. വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോഴാണ് അത് കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പട്ട ഇളക്കി എടുക്കുന്നത് ഇച്ചിരി പാടാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ. എൻ്റെ ചെറിയൊരു കത്തിയാണ്. ഇതിങ്ങനെ ഞാൻ ചെത്തിയെടുക്കുവാണ്. ഇത് ചെത്തിയെടുത്ത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലയ്ക്കകത്തിട്ട് പൊടിക്കാം. അതുപോലെ ഇനി ഞാൻ ഇതിനെ കുറേശ്ശെ ചീവി എടുക്കുവാണ്. ഇതൊരു വലിയ കഷ്ണമായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ കറിക്കകത്തോ അതല്ലെങ്കിൽ മസാല പൊടിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒത്തിരി നാൾ വയ്ക്കാൻ പറ്റും കേട്ടോ. അത് കേടുകൂടാതെ ഇരുന്നോളും. ഈ പട്ട അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണില്ലെന്ന് തോന്നുന്നു, അപൂർവം. ഞാൻ കുറേ വർഷത്തിന് മുന്നേ ഇത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതേ അപ്പുറത്തെ വീട്ടിൽ മുറിച്ചപ്പോഴാണ് പിന്നെയും എനിക്ക് ഇതെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നല്ല സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇല ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ ബിരിയാണിക്ക് ഇട്ടാലും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ തെരളി ഉണ്ടാക്കില്ലേ, തെരളിയപ്പം ഉണ്ടാക്കുന്ന ഇലയും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ടാണ്. അതിൻ്റെ ഇലകൾക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. തെരളിയുടെ ഇല കുറച്ച് ഇച്ചിരി വലുതായിരിക്കും, ഇത് ചെറിയ ഇലയായിരിക്കും. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന സാധനമാണ്. ഇതും അതും തമ്മിൽ മാറിപ്പോവും. ഞാനിത് ഇത്രയാണ് ഇപ്പോൾ ചെത്തി എടുത്തിരിക്കുന്നത് കേട്ടോ. ചെത്തിയല്ല ശരിക്കും പറഞ്ഞാൽ എടുക്കേണ്ടത്. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണെന്ന് ചെയ്യും. പക്ഷെ എന്നെക്കൊണ്ട് അതിന് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചെത്തി എടുക്കുന്നത് കേട്ടോ. ഉണങ്ങുമ്പോഴേക്കും ആ അല്ലാത്ത ഭാഗം മാറിപ്പൊക്കോളും. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഈ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിന്നിങ്ങനെ നന്നായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി വലിയ മരമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇളകി വരും. നല്ല മുറ്റിയ തടിയൊക്കെ ആണെങ്കിൽ ഇളകി വരും. ഇത് ഇളകാൻ ഇച്ചിരി പാടായിരുന്നു. ഈ ഭാഗത്തൊക്കെ കുറേശ്ശെ ഇളകുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇളക്കിയെടുക്കട്ടെ, പയ്യെ ഇളക്കിയെടുക്കാം. ഈ ഭാഗത്തു നിന്നൊക്കെ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇളക്കിയെടുക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ചീകി എടുക്കാം. ഈ ഒരു കമ്പ് ഞാൻ എന്തായാലും ചീകി എടുത്തു കഴിഞ്ഞോട്ടെ. ഏകദേശമൊക്കെ ഇതിനകത്തുള്ളതൊക്കെ ചീകി എടുത്ത്. ഇതിൻ്റെ ആ മണം എന്ന് പറയുന്നത് ഭയങ്കര മണമാണ്. അതിൻ്റെ ആ പട്ടയുടെ സ്മെല്ല് ഇങ്ങനെ നല്ല സ്മെല്ലാട്ടോ. അത് ചീകി എടുത്തപ്പോൾ നല്ല മണമുണ്ട്. അവിടെ മരം മുറിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ഇതെടുക്കാൻ നേരത്തെ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. ഈ വെട്ടുന്ന ആ മണം നല്ലതായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഏറെക്കുറെ പട്ടയെല്ലാം ചെത്തി എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് ഇല ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കുക. അതും കൂടെ ഉണക്കി വെച്ചാൽ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇല ഒത്തിരി എടുക്കുന്നില്ല, കുറച്ച് ഇല മതി. ആ ഇലയും കൂടി ഉണക്കി വയ്ക്കാനായിട്ട് ഇളക്കിയെടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് കാണിച്ചു തരാവേ എത്രത്തോളം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പട്ടയുടെ ഇല. ഇതിനേക്കാളും കുറച്ചുകൂടി നീളമുള്ളതാണ്
എന്താ നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കുന്ന ഇല. അപ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ വരും ആ ഇല, അതിൻ്റെ ഒരു ഷേപ്പ്. ഇതിപ്പോൾ ഇച്ചിരി നീളമുള്ളതാണ്, ഇത് ഇച്ചിരി നീളം കുറവാണ്. ഏകദേശം ഇതുപോലെ ഇച്ചിരി കൂടെ നീളം വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് വീതിയുള്ളതാണ് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്ന, അതായത് തെരളിയപ്പം ഉണ്ടാക്കുന്ന ഇല. അപ്പോൾ ഇത്രയും പട്ടയും അതുപോലെ തന്നെ ഇത്രയും ഇലയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനെ ഉണക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് അതിന് ഒന്ന് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ഉണക്കി വെച്ചാൽ കുറച്ച് നാളത്തേക്ക് വരും നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതല്ലേ, അതുകൊണ്ടാണ് ഓടിപ്പോയി എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.